ഹായ്, വിദേശത്ത് പോയി തുടർ പഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളോടാണ്. എത്ര രൂപ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും? നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന വിദേശ യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഫീസ് സ്ട്രക്ചറിന്റെ ഒരു എസ്റ്റിമേറ്റ് മേടിച്ച് നിങ്ങളുടെ ഓതറൈസ്ഡ് ഡീലറായിട്ടുള്ള ബാങ്കിനെ ഏൽപ്പിച്ചാൽ ലിമിറ്റ് ഏതുമില്ലാതെ RBIയുടെ പ്രത്യേക പെർമിഷൻ ഒന്നും ഇല്ലാതെ എത്ര രൂപയാണോ ആ ഫീസ് സ്ട്രക്ചർ ഉള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം ഒരു വർഷം $2.5 ലക്ഷം ഇക്വലന്റ് ആയിട്ടുള്ള തുക നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകാം. മറ്റൊരു കാര്യം, നിങ്ങൾ വിദേശ പഠനത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ്, അതായത് ഫെമ നിയമപ്രകാരം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻകം ടാക്സ് നിയമമല്ല, ഫെമ നിയമപ്രകാരം നിങ്ങൾ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അതിനർത്ഥം നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ നിലവിൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്ന SB അക്കൗണ്ടിനെ NRO അക്കൗണ്ടായി കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ പോകാവൂ. പോയതിനു ശേഷം കൺവേർട്ട് ചെയ്താലും മതിയാവും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഘുവായി അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ മതി. ഫ്രീ ആയി പറയാം.